ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിട്ടാണേ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണം എക്സ്ക്ലൂസീവ് കണ്ടന്റ്, ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് വേണമെന്ന് മുട്ടി നിൽക്കുക എല്ലാരും. അല്ല കേട്ടോ, ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ഒരു ഡൗട്ട്, എന്ത് കാണാനാണ് എന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് എന്തിനായിരിക്കും? നിങ്ങളുടെ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും കാണിക്കുമോ? അറിയാൻ കഴിഞ്ഞോണ്ട് അതെ കാണിക്കുമായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും പുള്ളിക്കാരി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നുമല്ല, കുറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സുധിച്ചേട്ടന്റെ മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റ് വരെയൊക്കെ പുള്ളിക്കാരി എടുത്ത് കാണിക്കുന്നുണ്ട് മക്കളെ. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയ സബ്സ്ക്രിപ്ഷൻ ആണ്. 500 പേര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. പുള്ളിക്കാരി പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് സാധനത്തിന്റെ ആ കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. നിങ്ങൾക്ക് ഇങ്ങനെ വേണം. പോട്ടെ. ഒരു വീഡിയോ 1301 പേരും കണ്ടിട്ടുണ്ട്. 140 പേര് കമന്റ് വിട്ടു വെച്ചിട്ടുണ്ട്. ചാനൽ ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല. ചാനൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ ബാക്കി കാണാം. ഹലോ. 100 × 180. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് എന്ത് ചെയ്യാനാണ്, മുമ്പേ വിചാരിച്ചതാ തുടങ്ങണമെന്ന്. പക്ഷെ സമയം കിട്ടിയില്ല, ഭയങ്കര തിരക്കല്ലേ. പക്ഷെ ഇപ്പൊ സമയം കിട്ടി, ആ സമയത്തിന് അങ്ങ് തുടങ്ങുകയും ചെയ്തു. പോട്ടെ. എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. എനിക്ക് വയ്യ, ടൈം ഉള്ള പോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ തരണം കേട്ടോ. തരും. ഇപ്പൊ തന്നെ 500 × 140 180 ഗൈസ്. മൊത്തം 70-80 രൂപ കിട്ടിക്കാണെന്ന് തോന്നുന്നു. 500 × 80 180 90,000 രൂപ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് വിചാരിക്കും, സാധാരണ കണ്ടന്റ് ഒന്നും വേണ്ടാന്നേ. ഇപ്പൊ എന്തായാലും ഫേസ്ബുക്കിൽ നിന്നും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും മാറിപ്പോയി. ഇപ്പം സബ്സ്ക്രിപ്ഷനിൽ മാത്രം ഒതുക്കിയത് വലിയൊരു കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അവിടെ മറ്റേ കോമാളിത്തരങ്ങളൊക്കെ നിർത്തിയോ എങ്കിൽ കൊള്ളാം ഗൈസ്. നല്ലൊരു കാര്യമാണ്. ആൾക്കാർക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ പ്രധാനമായ കാര്യങ്ങൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ കോപ്രായം മാത്രം കണ്ടുകൊണ്ടിരുന്നതല്ലേ. കാശ് മുടക്കി വന്ന് നിങ്ങളുടെ ആ ഒരു എക്സ്ക്ലൂസീവ് കാണാൻ വരുന്നവരെ മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് സമാധാനമായി കോപിയേട്ടാ, സമാധാനമായി. എന്നാലും നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ചേട്ടന് സങ്കടമാണോ? രംഗങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. എന്നൊരു സങ്കടമുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ബാക്കി തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബ് ഇല്ല, വൈകിട്ടില്ല ചേച്ചി. ഇനിയും അതെ വൈകിപ്പോയി. കാരണം ഇതിനു മുമ്പേ എല്ലാം കാണിച്ചതല്ലേ. ഇനി കാണാൻ എന്തിരിക്കുന്നു? എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചേച്ചി ഇടും. ഞാൻ ഇതുവരെ ഫോളോ പോലും ചെയ്തിട്ടില്ല. വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച്. കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് കയറണം. സബ്സ്ക്രിപ്ഷൻ കുറച്ചുകൂടെ കയറാനാണ് ഇത്ര ഒലിപ്പിക്കണം. ഞങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഞങ്ങളുടെ അയൽവക്കക്കാരോടോ ഞങ്ങളുടെ ബന്ധുക്കളോടോ ഞങ്ങൾ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. നിങ്ങളെ പൊക്കി അവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആ നാട്ടിൽ ആ പിന്നെ പൊങ്ങന്താനത്ത് നിങ്ങളെ അവിടെ കയറ്റിയത് കാരണം ആ നാട്ടുകാർക്ക് പോലും കിടക്കപ്പുറത്തിയില്ല. ആ ബിഷപ്പ് കൈ തൊഴുതുകൊണ്ട് പറയുക, ഇനിയിപ്പം അയൽക്കാരുടെ അടുത്തൂടെ പറഞ്ഞ് അവരടിയും കൂടെ വാങ്ങാം. എന്ത് ചെയ്യാനാണെന്ന്. എന്റെ പൊന്നെ, ആ ബിഷപ്പിന്റെ ഒരു ഗതികേട് നോക്കിക്കോണം. ആ ഒരു പറമ്പും കൊടുത്ത് ആ വീടിന്റെ വെഞ്ചരിപ്പ് നടത്തിയിട്ട് ആ മനുഷ്യന്റെ ഈ വസ്തുവിൽ കയറി കിടന്നുകൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. കച്ചവടം ഇപ്പൊ വേണ്ട. പുള്ളിക്കാരി മുമ്പേ തുടങ്ങേണ്ടിയായിരുന്നു പോലും. അപ്പം എന്തായാലും ഇപ്പൊ സമയം കിട്ടി, തുടങ്ങി. എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ കാണിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? നിനക്ക് താല്പര്യമില്ലടാ.
എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരെയും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല. എക്സ്ക്ലൂസീവ് ഉണ്ടോ അതോ വേണ്ടേ? വേണ്ട. എന്തായാലും പുള്ളിക്കാരി അവിടെ നമുക്ക് വേണ്ടെങ്കിൽ എന്താ, 500 പേരായിട്ടുണ്ട് ഇപ്പോഴ്. റേറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് 49 രൂപയെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. 49? ഞാൻ നോക്കിയപ്പോ 180. 49 അല്ലല്ലോ, 49 നിന്ന് 149 ആക്കി ഇപ്പൊ 180 ആക്കിയിട്ടുണ്ട്. അപ്പം നോക്കിക്കോ, റീചാർജിന്റെ കൂടെ ഈ ഒരു റീചാർജ് കൂടെ വേണമെന്ന് നിങ്ങളൊന്ന് നോക്ക്. അത്രയും ദാരിദ്ര്യം പിടിച്ച ആരാണ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി ഒരു എന്താ പറയാ, ഒരു 500-ന്ന് 501 ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എക്സ്ക്ലൂസീവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് മക്കളെ, പൊക്കി കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടേ. ഹായ് ഹലോ നമസ്കാരം, രേണുസുതിയാണ്. ഒരുപാട് എന്താ പറയുക വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. ഇല്ല, ഒരിക്കലും അതിനൊന്നും മറുപടി തരരുത്. കാരണം അതൊന്നും മറുപടി തന്നു കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രിപ്ഷനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, അതിന് ഒട്ടും സമയമില്ല. പുള്ളിക്കാരി ഭയങ്കര ബിസിയാണെന്ന്. ഈ മറ്റേ എന്താ പറയുക, സാധാരണ ആളൊന്നും അല്ല. അങ്ങ് മറ്റേ അമ്പാങ്ങിയേക്കാൾ തിരക്കുള്ള ആളാണ് പുള്ളിക്കാരി. അതുകൊണ്ട് തന്നെ അതൊന്നും നോക്കണ്ട കേട്ടോ. ചേച്ചി പറഞ്ഞു. അതിനുള്ള അവസരത്തിനും അല്ല രേണുസുതി വന്നത്. കുറേ പേരുടെ എന്താ പറയുക പ്രശ്നം, രേണു മാത്രം മതി, സുതി മാറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് സുതിച്ചേട്ടൻ. നിങ്ങളുടെ ഹസ്ബൻഡാണ് സുതിച്ചേട്ടൻ എന്ന് ഓർമ്മ നിങ്ങൾക്ക് വേണ്ട ചേച്ചി. നിങ്ങൾക്കത് ഇല്ലെന്നേ. നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് നാറ്റിക്കൂ? ഇല്ല. അത് നിങ്ങൾ ചെയ്യ. അതെ അതെ അതെ, ശരിയാണ്. ഇല്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരാണ് പറയുന്നത്. അതെ അതെ, ഇതേപോലെ പേക്കോത്ത് നടത്തരുത്, മന്യമരയ്ക്ക് നടക്കുമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് പറയുന്നത്. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. ഇതല്ല തന്റെ അപ്പുറം നടക്കാൻ വേണ്ടി. ഇങ്ങനെ നാറ്റിക്കാതിരിക്കടി, നിന്റെ പേര് വെച്ച് നീ രേഷ്മ പി തങ്കച്ചൻ വെച്ച് ജീവിക്കടി, അല്ലെ നീ രേണുവായിട്ട് ജീവിക്കടി. ആ രേഷ്മ പി തങ്കച്ചൻ എന്നാണോ നേരത്തെ പേര്? മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ നാറ്റിക്കുന്നതെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാ. കേട്ടോ? ബാക്കി പറ. എൻ്റെ ഹസ്ബൻഡാണ് സുതിച്ചേട്ടൻ. ഓക്കെ, ഇതെൻ്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, അതായത് ദ 4th ഷെഡ്യൂൾ സി സെക്ഷൻ 13 ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ തലതിരിച്ചു പിടിക്കാൻ നേരെ കാണിക്കൂ വിവാഹ സർട്ടിഫിക്കറ്റ്. ഓക്കെ, Santosh Kumar Sahu, marriage officer for Tengana, hereby certificate on the 17th day of May 28, Sudhi Shivadasan Das, Valiyavala, Vadakkedil, Mangadi PO, address, presence of 3 witness who have signed, അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ്. ആരാണ് ഈ വിറ്റ്നസ്? ആരാണ് നിങ്ങൾക്ക് കൂട്ട് വന്നത് ഇതിനെല്ലാം കൂട്ട് നിൽക്കാൻ? മാരേജ് ആക്ട് 1954 വാസ്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി. കൂടുതൽ കാണിക്കണമെന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. പേര് പോലും ക്ലിയർ ആയി കാണിക്കുന്നില്ല, വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് സൈഡിൽ ഒരു പേപ്പർ ഫോട്ടോ എടുത്ത് കൊടുക്കൂ. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ബാക്കിയോട് പറ. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. ഇതാണ്ട് ശിവി എന്താ, ഒന്നുകൂടെ. അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസോ ബ്രൈഡ്. ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണുസുതി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ ഒറിജിനൽ രേഷ്മ പി തങ്കച്ചൻ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഞങ്ങളുടെ. മനസ്സിലായോ? അപ്പം എനിക്ക് പഴംപൊരി അല്ല, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ എന്തിനാണ് കാണിക്കുന്നത്? ആൾക്കാര് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുധി പേര് മാറ്റാൻ പറഞ്ഞുകൊണ്ടായിരിക്കും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആൾക്കാർ പറയുന്നത് എന്താണ്? ആ മനുഷ്യന്റെ പേര് വെച്ച് ഇങ്ങനെ ആഴിഞ്ഞാടി നടക്കരുത്, അത്രയല്ലേ? മനുഷ്യന്റെ പേര് ചുമ്മാ കിടന്ന് വൃത്തികേടാക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. കേട്ടോ? അത് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്യാതെ അദ്ദേഹത്തെ നാറ്റിച്ചുകൊണ്ടിരിക്കാതിരിക്കാനാണ് പറയുന്നത്. അതിന് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് ഞാൻ യുതിയുടെ പിന്നെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ്? ഇവിടെ നിങ്ങൾ ഭാര്യ അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല.
എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. ഇപ്പോഴും കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. സോ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധിക്ക് എന്നും, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം സുധിച്ചേട്ടൻ്റെ പേര് യൂസ് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഓൾറെഡി ഇന്ത്യൻ ആക്ട് പ്രകാരം, സ്പെഷ്യൽ ആക്ട്, മാരേജ് ആക്ട് പ്രകാരം എനിക്ക് തന്നിട്ടുള്ള അവകാശം. അതെ അതെ, തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സഹിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? ഒന്ന് അടങ്ങും കേട്ടോ. എന്നെ അങ്ങോട്ട് ഭരിക്കാൻ ഒരുപാട് അങ്ങോട്ട് സൂചിച്ചേട്ടൻ്റെ പേര് മാറ്റടി എന്ന് പറഞ്ഞ് ഭരിക്കാൻ പറയണം. എന്നെ ഭരിക്കാനൊന്നും പറയണ്ട. നിങ്ങൾ കുറച്ചൊക്കെ ഒതുങ്ങ്. ഒതുങ്ങ് 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 ഒതുങ്ങ്. എന്നെ ഭരിക്കാനൊന്നും പറയണ്ട. ഞാൻ സുധിച്ചേട്ടന്റെ ഒറിജിനൽ ഭാര്യയാണോ? ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് എന്നും പറയും. അടുത്ത കല്യാണം കഴിച്ചാലും അവന്റെ പേര് ഞാൻ ചേർക്കത്തില്ല. ഞാൻ സുധി എന്നുള്ള പേര് മാത്രമേ ചേർക്കത്തുള്ളൂ. അതെ അതെ, റീച്ച് കുറയാതിരിക്കാൻ. അങ്ങനെ എനിക്ക് ഭയങ്കര സ്നേഹമാ സുധിച്ചേട്ടനോട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് എവിടെയൊക്കെ വെക്കാമോ അവിടെ എല്ലാം ഞാൻ വെക്കും. ഇനി ഞാൻ കുണ്ടി കഴുകുന്ന കയ്യിൽ വരെ ഞാൻ വരച്ചും വെക്കും. നീ ഇതാരാണ് ബ്രോ എന്നോട് ചോദിക്കുന്നത്? പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കണ്ടേ? ഈ വീഡിയോ നിങ്ങൾ കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി പരിപാടി തുടങ്ങിക്കഴിഞ്ഞു, സബ്സ്ക്രിപ്ഷന്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് എന്താണെന്നറിയത്തില്ല, തലയിൽ കൂടെ ഒക്കെ തട്ടമിട്ടാൽ തന്നെ തുണി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അലർജിയാണ്. അലർജി കാരണം പുള്ളിക്കാരിക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റി കാണിക്കണം. അതിനാണ് സബ്സ്ക്രിപ്ഷൻ. ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് കിടന്നാലും അതിങ്ങനെ മാറ്റി കാണിക്കണം. അതൊരു എന്താ പറയാ, അതൊരു എന്തോ ഒരു സംഭവമാണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന രസം എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഈ രംഗങ്ങളിൽ കൂടാതെ എന്തോ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ മറ്റടുത്ത് ഉണ്ടെന്നാ പറയണേ. അപ്പം ഈ രംഗം ഒന്ന് കാണട്ടെ. എവിടെ പള്ളി പോവാൻ തോന്നുന്നു. പള്ളി പോകുന്ന ഒരു വേഷമായിരിക്കും. അതോ ഇനിയും തട്ടമൊക്കെ ഇട്ടോണ്ട് വേറെ എവിടെയെങ്കിലും പോവാണ്. എന്തായാലും കുഴപ്പമില്ല. ആ തുണി അങ്ങോട്ട് കിടക്കുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തട്ടം എന്ന് പറഞ്ഞിട്ട് അതിനെയും കൂടെ നിങ്ങൾ ഈ വൃത്തികേടാക്കരുത്. ഷോൾ അത് മതി. അവിടുന്ന് ഇങ്ങനെ നീക്കി കാണിക്കണം. അത് കാണണം, എല്ലാരും കാണണം. ഞങ്ങൾ ആ മാലയെ കണ്ടുള്ളൂ. മാല വട്ടത്തിലുള്ള മാല. മാല മാത്രമേ കണ്ടുള്ളൂ. ചേച്ചി എന്തായാലും ചേച്ചിയുടെ ആ ഒരു പരിശ്രമം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, ചെറുപ്പക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആളുകളെ വഴി തെറ്റിക്കണം. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. കൊച്ചു പിള്ളേരാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇല്ലാതാവരുത്. ആരെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഇവർക്കൊരു ബിസിനസ് പോലെയാണ്. ഒരു 10 പേര് ഇപ്പൊ തന്നെ 500 പേരായി. 10, 70, 80,000, 900 രൂപയായി. 9,000 അല്ല 900 രൂപയായി. ഇപ്പൊ 1,00,000 ചുമ്മാ ഇരുന്ന് കിട്ടും. എന്തിനാണ് വെറുതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാഷ് കൊണ്ട് കൊടുത്ത് വെറുതെ? സോ ആരും സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കാതിരിക്കുക ഒരിടത്തും പോയി. അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മനസ്സിലാക്കാതെ ആരും അങ്ങനെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാതിരിക്കുമ്പോ തന്നെ ഇതൊക്കെ നന്നായിക്കോളും മിക്കതും. പോകുന്നില്ല. ചേച്ചിയുടെ ആ ഒരു പരിശ്രമം ഉണ്ടല്ലോ, അത് വലിയൊരു പരിശ്രമമാണ് ചേച്ചി. നിങ്ങൾ ആ കാണിക്കാൻ എന്താ പറയുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് കാണിക്കാൻ, സീറ്റ് ബെൽറ്റ് ആയാലും ഇങ്ങനെ നീക്കി കാണിക്കുന്ന ആ ഒരു ത്വര, അത് ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. അതെ അതെ, ചേച്ചിക്ക് മാത്രമല്ല കുറെ പേർക്കുണ്ട് ഇങ്ങനത്തെ ത്വര. ഫസ്റ്റ് തുമ്പി നിന്ന് തുടങ്ങി ഇപ്പൊ കമ്പി വന്ന് നിൽക്കുന്നു. എന്തായാലും എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും മറ്റേ പല കാര്യങ്ങളും ചേച്ചി ഇനി സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കാണിച്ചു തരത്തുള്ളൂ എന്നാ പറയണേ. അപ്പൊ ഈ സാധാരണപ്പെട്ട ചേച്ചിയുടെ പുറകെ നടക്കുന്ന വീഡിയോക്കാരൊക്കെ എന്ത് ചെയ്യും? അവരും വേണേ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് വീഡിയോ എടുത്തോട്ടെ. അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവരിനി കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് ഇനി അവരിൽ മുഖേന ഞങ്ങൾ അറിയേണ്ടതായിട്ട് വരുമോ? എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും ചേച്ചിയുടെ എന്താണ് ബ്രോ, നിങ്ങൾക്ക് എന്താണ് ഇത്രയ്ക്ക് ഇതാണ് സബ്സ്ക്രിപ്ഷൻ? നിങ്ങൾക്ക് എടുക്കൂ, പോയി നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ എടുക്കൂ. കഥ നടക്കട്ടെ. ഇത് കുറച്ച് മുമ്പേ പുള്ളിക്കാരി ചിന്തിച്ചതാ. പക്ഷെ ഇപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്ത് കിട്ടിയത്, സമയം കിട്ടിയത്. സമയം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് പൈസ ചെലവാക്കാതിരിക്കുക. മര്യാദയ്ക്ക് മാന്യമരായി ജോലി ചെയ്ത് പോവുക. ഇതേപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെയും ഇതേപോലെയുള്ള അഴിഞ്ഞാട്ടം കാണിക്കും. അത്രേ പറയാവുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഇതിന് മികച്ച നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.